ഇപ്പോൾ സമയം 5:30 കഴിഞ്ഞു കേട്ടോ. എനിക്ക് വീട്ടിൽ പോകാറായി. ഞാൻ പറമ്പിലാണ്, കുറച്ച് ഏലക്ക പറിക്കാൻ വന്നു, പറിച്ചു. ഉച്ച കഴിഞ്ഞ് മൊത്തം കുറേ കാടൊക്കെ വെട്ടി തെളിച്ചു. ഇതുണ്ടാ, ഇതെല്ലാം കുറച്ച് തെളിച്ചു. പിന്നെ പോകാൻ നേരം ആയപ്പോഴത്തേക്ക് ഞാൻ നമ്മുടെ ഒരു ഓറഞ്ച് കൂട്ടനെ കണ്ടപ്പോൾ അതൊന്ന് പരിചയപ്പെടുത്താമെന്ന് വെച്ചു. കഴിഞ്ഞ വർഷം വാങ്ങിച്ചു വെച്ച ബഡിൻ്റെ ഓറഞ്ച് തൈയാണ്. ഞാൻ ഇതിൻ്റെ ചുവട്ടിൽ ഇരുന്നോണ്ടാണ് ഇത് കാണിക്കുന്നത് ഗൈസ്. കാരണം നിന്ന് കാണിക്കുന്ന പറഞ്ഞാൽ ഇതെനിക്ക് മുട്ടറ്റം പൊക്കമുള്ളൂ. അപ്പം ചുവട്ടിൽ ഞാനിങ്ങനെ ഇരിക്കുകയാണ്, ഇരുന്നോണ്ടാണ് കാണിക്കുന്നത്. കണ്ട ഇല ഏതാ പിന്നെ കായ ഏതാന്ന് തിരിച്ചറിയാൻ പറ്റത്തില്ല. അത്ര അതുപോലെ അല്ല, ഇലിമ്പി പോലെ ഉണ്ടായി കിടപ്പുണ്ട്. കൊലകൊലയാട്ട് ചുവട്ടിൽ നിന്ന് മണ്ട വരെ ഇലയും കായും ഒരുപോലെ കിടക്കുകയാണ്. അപ്പം ഈ കൈ കൊണ്ട് വലിച്ചെറിഞ്ഞ എന്ത് സാധനവും കിളുക്കും. ഇത് വിളവിൻ്റെ രാശിയുള്ള കൈയാന്ന് എൻ്റെ അമ്മ എപ്പോഴും പറയും. എൻ്റെ അമ്മ കൃഷിപ്പണിക്കാരിയാണ്. എൻ്റെ അമ്മയുടെ ഒരു ഇതാണ് എനിക്ക് കിട്ടിയേക്കുന്നത്. അന്നും ഇന്നും നന്ന ചെറുപ്പം മുതൽ ഞാൻ കൃഷിപ്പണി, ഏത് ജോലിയും, തയ്യൽ, ടൈലറിങ് ഷോപ്പുണ്ട് എനിക്ക്. അതുപോലെ സിനിമയുടെ വർക്കിന് പോകാറുണ്ട്, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ചെയ്യാറുണ്ട്. അങ്ങനെ മാന്യമായിട്ടുള്ള ഏത് ജോലിയും ചെയ്യാൻ എനിക്ക് മനസ്സുണ്ട്. ഞാൻ ആരെയും പറ്റിക്കാറില്ല, ആരെയും പറ്റിച്ച് ഒരു രൂപ പോലും ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ നമ്മുടെ കൂടെ ചേർന്ന് നിന്നുകൊണ്ട് ഓരോ അംഗീകാരങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. എൻ്റെ കാശ് പിടിച്ച് പറ്റിക്കൊണ്ട് തന്നെ. നന്ദി എന്ന് പറയുന്നത്, ആത്മാർത്ഥത എന്ന് പറയുന്നത് തൊട്ട് തീണ്ടിട്ടില്ലാത്ത ഒരു 1-2 ഫ്രണ്ട്സുകൾ. പക്ഷേ അവർക്ക് ഒരുപാട് കഴിവുണ്ട്. മനുഷ്യനെ പറഞ്ഞ് വശത്താക്കി അല്ലെങ്കിൽ പറ്റിച്ച് അവരുടെ കാര്യങ്ങൾ സാധിക്കാനായിട്ടുള്ളൊരു കഴിവുണ്ട് അവർക്ക്. എൻ്റെ ലൈഫിൽ 2 അനുഭവം വന്നിട്ടുള്ളൂ കേട്ടോ. ആ 2 അനുഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് കൂടെ നിന്ന് ഓരോ പ്രോജക്റ്റുകൾ എടുത്ത് നമ്മൾ ചെയ്ത് അതിലൂടെ ഒരു അംഗീകാരം കിട്ടിയിട്ടുള്ള ആൾക്കാരാണ് ഈ 2 പേരും. ആ 2 പേരും എന്നെ പറ്റിച്ചു. പക്ഷേ ആ 2 പേരും അനുഭവിക്കുന്നുണ്ട്. കാരണം ഈ കർമ്മം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലേ, താൻ ചെയ്യുന്നതിൻ്റെ കർമ്മഫലം താൻ തന്നെ അനുഭവിക്കും. അതിന്നല്ലേ നാളെ. ആരായാലും നമ്മൾ ആരെയും പറ്റിച്ച് ഒരു രൂപ ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കരുത്. കൂടത്തിൽ നിന്നുകൊണ്ട് ചതിക്കുകയും ചെയ്യരുത്. അത് പലരും തിരിച്ചറിയുന്നില്ല. ഈ കാട്ടിക്കിടക്കുന്ന അട്ടയെ പിടിച്ച് മെത്തേക്കിടത്തേ കിടക്കുമോ എന്ന് പറഞ്ഞ പോലെ ചില ആളുകൾ അവരൊരിക്കലും നന്നാവില്ല. അവർക്ക് നല്ലൊരു ലൈഫും ഉണ്ടാവില്ല. അവർ മറ്റുള്ളവരുടെ ലൈഫിൽ കയറി അവർ കളയുകയും ചെയ്യും, നശിപ്പിക്കുകയും ചെയ്യും. അങ്ങനെ കുറേ ജന്മങ്ങളുണ്ട്. ഇത് പറയാൻ കാരണം എന്ന് വെച്ചാൽ അത്രയധികം എനിക്ക് വിഷമമുണ്ട്. അതാണ്, ഓരോ മനുഷ്യരെ നമ്മൾ പഠിക്കണം. പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ അവരെ ഫ്രണ്ടാക്കുകയോ അവരോട് കൂട്ടുകൂടുകയൊക്കെ ചെയ്യാവുള്ളൂ കേട്ടോ. ഇതൊരു അറിയിപ്പും കൂടിയാണ്, എൻ്റെ അനുഭവമാണ്. അപ്പോൾ ലവ് യു ഓൾ. ടാറ്റാ, ബൈ ബൈ.